പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഭരണമാറ്റത്തോടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സങ്കീർണമായ ഒരവസ്ഥയിലേക്കാണ് ആദ്യം. SFI എന്ന സമരസംഘടനയാണ് ആ അവസ്ഥയുടെ ഇരകൾ. അവർക്ക് സമരസംഘടന എന്ന പേര് നിലനിർത്തണം. എന്നാൽ സർക്കാരിന് ദോഷം പറ്റാതെ നോക്കുകയും വേണം. ചില സ്കൂൾ മാനേജ്മെൻറ്റുകൾ സ്കൂൾ പൂട്ടാനായി ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിയതോടെയാണ് ആകെ വെട്ടിലായത്. കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ കേസ് വരും. കോടതി അമീനും പോലീസും വന്ന് സ്കൂൾ പൂട്ടുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ SFIക്കാർക്ക് കഴിയുകയുമില്ല. അതിനാൽ അവരൊരു ധർമ്മയുദ്ധം തുടങ്ങി. ധർമ്മസങ്കടം തീർക്കാനുള്ള യുദ്ധം. ഒന്ന് വൈകിട്ട് നിൽക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല. മുന്നിൽ കയറി ഇങ്ങനെ കളിച്ചാൽ ഈ മരം നശിപ്പിച്ചാണ്. ഈ മരങ്ങൾ നശിപ്പിച്ചു പുതിയ ഒഴിച്ചിട്ടാളി അങ്ങനെ പറയും. സ്വാതന്ത്ര്യം ജനാധിപത്യം, സ്വാതന്ത്ര്യം ജനാധിപത്യം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം. പറഞ്ഞെനിക്കറിയാം ഹൈക്കോടതി ചെയ്യാൻ പറ്റില്ല. ശരി തല്ലു വാങ്ങാനായി SFIക്കാരും തല്ലാതിരിക്കാനായി പോലീസുകാരും പരമാവധി ബലം പിടിച്ചിട്ട് ഒടുവിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ ആ സ്കൂൾ അങ്ങ് പൂട്ടി. ഇനിയും 2-3 സ്കൂളുകൾ കൂടി പൂട്ടാൻ ബാക്കിയുണ്ട്. പേടിക്കേണ്ട, വിദ്യാഭ്യാസ മന്ത്രി പ്രശ്നം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉത്തരം പറയണമെങ്കിൽ ഇവിടെ ഇനി എന്ത് നിലപാടെടുക്കണം എന്നുള്ള ഒരു കൃത്യമായ വീക്ഷണവും പഠനവും ഉണ്ടാവണം.
അത് നടന്നുകൊണ്ടിരിക്കും. നാനാ തലങ്ങളിൽ നടക്കും. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മാത്രം ചർച്ച ചെയ്യും. റിസൾട്ടിലെത്തും പറയും. ഇന്നലെ പറഞ്ഞത് ഭൂട്ടാൻ മാനേജ്മെന്റുകൾ കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്തു ചെയ്യാൻ പറ്റുമെന്ന കാര്യം സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു. ഒരു വിഷയം മാത്രം പഠിച്ചാൽ പോരാ എന്നുള്ളതുകൊണ്ട് ഒരേ ഫയൽ വെച്ചിട്ട് ഇതുവരെയുള്ള ചരിത്രവും പഠിച്ച് കോടതി വിധികളുടെ ഇതുകൾ പൂർണ്ണമായിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ടൊരു നിഗമനത്തിലെത്തും. എത്താതിരിക്കില്ല, എത്തും. പക്ഷെ എത്തിയിട്ടില്ല. എത്തിയാത്തോടത്തോളം കാലം എന്താ തീരുമാനമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മർമ്മം പഠിച്ചവന് പശുവിനെ തല്ലാനാകില്ല എന്ന് ഇതോടെ പൊളിമിക്സിന് മനസ്സിലായി. പശു നെല്ല് തിന്ന് തീരുന്നത് വരെയും മർമ്മ വിദഗ്ധൻ നോക്കി നിൽക്കുകയേ ഉള്ളൂ. പഠനത്തിന് സമയം എന്നൊക്കെ പറയുന്നത് ഒരു അൺസയന്റിഫിക് ആണ്. എന്നോട്ട് അതിൻ്റെ എല്ലാം ഒരു വിഷയം പറയുമ്പോഴും മറ്റൊരാൾ അതിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പഠിക്കും. കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ ജോലിക്ക് നിർണിതമായ ഒരു കാലാവധി ഉണ്ടെന്നും അത് 5 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂവെന്നും ബഹുമാന്യനായ മൂന്നാം മുണ്ടശ്ശേരിയെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ഹരിത രാഷ്ട്രീയം ആവേശകരമായി മുന്നേറുന്ന കാഴ്ച ചേതോഹരമാണ്. CPM ആണ് ഹരിത രാഷ്ട്രീയത്തിൻ്റെയും ജേതാക്കൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ പാർട്ടി അടിമുടി പ്രകൃതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ലോക പരിസ്ഥിതി ദിനത്തിന് മഴക്കാല പൂർവ്വ ശുചീകരണ ദിനമായി ആചരിക്കാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പരിസ്ഥിതി സംരക്ഷണത്തിനായി ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനിച്ചത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ അതിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവനന്തപുരം പട്ടണം അതിന് മാതൃക കാണിക്കുന്നു. ശുചിത്വ നഗരം, വൃത്തിയും വെടിപ്പുമുള്ള തലസ്ഥാന നഗരിയായി ഇത് മാറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ നഗരസഭ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും CPM-ന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്യാൻ നിങ്ങളിങ്ങനെ നിൽക്കാതെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇക്കുറി ഉദ്ഘാടനത്തിലൊതുങ്ങില്ല. കാരണം സർക്കാരിനും സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കും ഒരൊറ്റ മനസ്സാണ്. മാലിന്യ വിമുക്ത കേരളം എന്നത് നാം കുറെ കാലമായി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഇനിയും നമുക്ക് ഇതിൽ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രധാനമായ ഒരു പ്രവർത്തന പദ്ധതിയായിരിക്കും മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങളും മാലിന്യ വിമുക്ത കേരളം എന്ന പദ്ധതി ഏറ്റെടുത്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സർക്കാരിൻ്റെ ആസ്ഥാനം, അതായത് സെക്രട്ടേറിയറ്റ്, അത് ഉൾക്കൊള്ളുന്ന വട്ടിയൂർക്കാവിൻ്റെ MLA പറയുന്നതും ശ്രദ്ധിക്കുക തന്നെ വേണം. ആദ്യം നമ്മൾ തന്നെ നമ്മുടെ പരിസരം ശുചീകരിക്കാനും അടുത്ത വീട്ടിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഏർപ്പാട് മാറ്റി സ്വന്തം വീടുകളിൽ തന്നെ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതിന് കഴിയാത്തവർക്കാണ് ഒരു പൊതുസ്ഥലത്ത് മാലിന്യ സംസ്കരണം സ്ഥാപിക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇതിന് ഒട്ടും അനുകൂലമായിട്ടുള്ള പിന്തുണ ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 3 വർഷക്കാലം പല റെസിഡൻസ് അസോസിയേഷൻ യോഗങ്ങളിലും പറയാറുണ്ട്, നിങ്ങളൊരു പൊതുസ്ഥലം കാണിച്ചു തന്നാൽ MLA ഫണ്ട് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചു തരാം. ഈ 3 വർഷമായിട്ട് ഒരു റെസ്പോൺസ് പോലും ഉണ്ടായിട്ടില്ല. ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് വരുന്നു എന്ന് കാണുമ്പോൾ
അതിനെതിരായിട്ട് രാഷ്ട്രീയ കക്ഷികളുടെ തലേദിവസം വരെ തമ്മിൽ തല്ലിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അന്ന് ഒന്നാവും. പ്ലാന്റ് സ്ഥാപിക്കാതിരിക്കാനുള്ള സമരങ്ങളായി മറ്റ് ബഹളങ്ങളായി എന്നുവെച്ച് വട്ടിയൂർക്കാവ് MLA ഒന്നിനും ശ്രമിച്ചിട്ടില്ല എന്ന് ധരിച്ചേക്കരുത്. നമ്മുടെ കളക്ടറേറ്റിലെ കൊടപ്പനക്കുന്നില് 2 ഏക്കർ സ്ഥലം ഒരു മാലിന്യ സംസ്കരണ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാറ്റിവെച്ചു. കാരണം മറ്റു പ്രദേശങ്ങളിലാണല്ലോ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ കളക്ടറേറ്റിനകത്ത് കളക്ടർ ഉൾപ്പെടെ സംബന്ധിച്ച് 2 ഏക്കർ സ്ഥലം മാറ്റിവെച്ചു. 2 വർഷമായിട്ട് ഇത് തുടങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പരിസരം ശുചീകരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കണം. പരിസര ശുചീകരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഇതേവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നാണ് പൊളിമിക്സിന് മനസ്സിലായത്. സർക്കാർ മാറിയില്ലേ എല്ലാം ശരിയാകും. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPM-ന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെന്റ് രൂപം നൽകാൻ പോകുന്നത്. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആർക്കും ഏത് ഗവൺമെന്റ് കേരളത്തിൽ വന്നാലും എടുക്കുന്നൊരു നിലപാട് പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വികസനം നടപ്പാക്കുകയാണ്. പക്ഷെ പലപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ വികസനം തടയാനുള്ളൊരു മാർഗമായിട്ട് ഇതെടുക്കുന്നുണ്ട്. അതിനോട് യോജിക്കാൻ സാധ്യമല്ല. ഒരു വിദഗ്ധ പഠനം നടത്തി ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ട് അതിനെ തടയാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും അധികം മുളച്ചു പോകുന്നത് ഫ്ളാറ്റുകളാണ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വൈദ്യുതി പ്രോജക്റ്റ് വരുമ്പോൾ എതിർക്കുന്നവർ ഈ ഫ്ളാറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞ് കൂടുമ്പോൾ അതിനെക്കുറിച്ച് ആരും പ്രതികരിക്കാറില്ല. വൈദ്യുതി പദ്ധതി വരുമ്പോൾ എതിർക്കുന്നവർ എന്നാൽ അതിരപ്പള്ളി പദ്ധതി വരുമ്പോൾ എതിർക്കുന്നവരും പെടും കേട്ടോ. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ആവശ്യത്തിൽ പകുതി മാത്രം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ വില കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുണ്ട് ഗവൺമെൻറ് കയ്യിൽ. പരിസ്ഥിതി പെർമിഷൻ കിട്ടിയിട്ട് കുറേ കാലങ്ങളായി. അത് ആരും അത് നടപ്പാക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഒരു മെല്ലെ പോക്കുന്ന എല്ലാവരും സ്വീകരിക്കാറുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് പറയും. ആരും ഒരു നെഗറ്റീവായി പറയുന്നില്ല. പക്ഷേ ആ പദ്ധതി നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ഇത്രയും ക്രിയാത്മകമായ പിന്തുണ പ്രതിപക്ഷത്ത് നിന്ന് ഉറപ്പാണെങ്കിൽ പിണറായി സർക്കാരിന് അതിരപ്പള്ളി വഴി പോകാവുന്നതാണ്. ഒരു തടസ്സവും ഉണ്ടാവില്ല. അതിരപ്പള്ളിയുടെ കാര്യം നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. അതിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു 2 വർഷം ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നല്ലോ, വൈദ്യുതി വകുപ്പ്. ആ വൈദ്യുതി വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് ഇതിൻ്റെ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി അതിനുവേണ്ടിയൊരു ശ്രമം അന്ന് ഞാൻ നടത്തിയിരുന്നു. വകുപ്പിൻ്റെ നേതൃത്വം കൊടുക്കുന്നയാളെന്ന നിലയിൽ ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. പാരിസ്ഥിതിക അനുമതി കിട്ടി പദ്ധതി ആരംഭിക്കാൻ പുറപ്പെട്ടത്. അന്നത്തെ രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ ഫലമായി പദ്ധതിയെ തന്നെ എതിർക്കുന്നൊരു നിലപാട് ചിലപ്പോൾ സ്വീകരിക്കാറുണ്ടല്ലോ. അങ്ങനെയൊരു കൂട്ടർ കോടതിയിൽ കേസിന് പോയി. അത് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രശ്നമായിരുന്നില്ല, രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് പോയതായിരുന്നു. അപ്പോൾ ആ കേസ് നീണ്ടുപോയി. പിന്നെ വീണ്ടും പാരിസ്ഥിതിക പരിശോധനയുടെ ഘട്ടം വന്നു. അങ്ങനെ ഒരു 2-3 തവണ ഈ പാരിസ്ഥിതിക അനുമതി തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയും നൽകുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. 2-3 തവണ പരിസ്ഥിതി അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാണ് മുൻപ് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി പറയുന്നത്. ആ വകുപ്പ് മുൻപ് കൈകാര്യം ചെയ്തിരുന്ന മറ്റൊരാൾ അത് പിന്തുണക്കുകയുമാണ്. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. ഈ മുഖ്യമന്ത്രിയും കെ മുരളീധരൻ MLAയും ഒരുമിച്ച് നിന്ന് സ്വാഗതം ചെയ്യുന്ന എന്തിനേയും പൊളിമിക്സും സ്വാഗതം ചെയ്യും എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കണ്ടൽ കാട്ടിലെ രാഷ്ട്രീയം കാണാം.
പരിസരവും പരിസ്ഥിതിയും ഇപ്പോൾ ശരിയായില്ലെങ്കിൽ ഇനി ഒരിക്കലും ശരിയാവില്ല എന്ന് പൊളിമിക്സ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഏതായാലും സർക്കാരും പാർട്ടിയും അതിനുവേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത, കക്കൂസ് ഇല്ലാത്ത എല്ലാ വീടുകളിലും കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു തീവ്രയത്ന പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ് കക്കൂസ്. വീട്ടിൻ്റെ പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തി അത് രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് നാം ചെയ്തത്. നമ്മൾ ഇത്രയധികം വികസനം നേടിയിട്ടും ഇന്നും ഒരു കക്കൂസ് പോലും ഇല്ലാത്ത വീടുകൾ ലക്ഷക്കണക്കിന് കേരളത്തിൽ. കഴിഞ്ഞ ദിവസമെടുത്ത കണക്ക് നോക്കിയാൽ തന്നെ 2 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ കക്കൂസ് ഇല്ല എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. 6 മാസക്കാലം കൊണ്ട് ഈ പ്രവൃത്തി ഏറ്റെടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അത് നടക്കാത്ത കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ എന്തു സഹായവും ചെയ്യാമെന്ന് നരേന്ദ്രമോദി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളിൽ കേരളത്തിന് ദേശീയ മാതൃകയാകാൻ കഴിയും എന്ന് അദ്ദേഹം തന്നെ ഞങ്ങളോട് പറയുകയുണ്ടായി. അതിലൊന്ന് ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ സ്റ്റേറ്റ് ആകുന്നത്, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ഒഴിവാക്കുന്ന നില. അതിനിപ്പോൾ എല്ലാവർക്കും കക്കൂസ് ഗ്രാമപ്രദേശങ്ങളിലടക്കം നൽകേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സാധിക്കുന്നതാണ്. കാരണം 1.5-2 ലക്ഷം കുടുംബങ്ങൾക്കായിരിക്കും ഇപ്പോൾ പുതുതായിട്ട് കക്കൂസുകൾ വേണ്ടി വരിക. ആരും നെറ്റി ചുളിക്കേണ്ട, ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നും. കക്കൂസ് ഒരു വലിയ പ്രശ്നമാണ്. മാലിന്യവിമുക്ത പ്രവർത്തനത്തിൽ അടിസ്ഥാനപരമായൊരു ഘടകമാണ്. ഇതിന് കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷമുള്ള സർക്കാർ ആദ്യത്തെ മന്ത്രിസഭാ യോഗം തന്നെ ഇത്തരം ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർക്ക് അഭിമാനിക്കാൻ വഴിയുണ്ട്. ഓരോ വീട്ടിലും ഓരോ നല്ലൊരു കക്കൂസ് ഉണ്ടായി തീരട്ടെ, കൊട്ടാരത്തിലെ എയർ കണ്ടീഷൻ പിന്നെ മതി മെല്ലെ മതി എന്ന അവരുടെ ഉണർത്തുപാട്ട് 1/4 നൂറ്റാണ്ട് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും കേരളം കേട്ടല്ലോ. എന്നാൽ ദില്ലിയിലും തിരുവനന്തപുരത്തും കാണുന്ന തരം രാഷ്ട്രീയമായിരിക്കില്ല കണ്ണൂരിലും കണ്ടൽക്കാട്ടിലും കാണുന്നത്. അവിടെ രാഷ്ട്രീയത്തിൻ്റെ രീതി വേറെയാണ്, രാഷ്ട്രീയക്കാരുടെ വംശവും വേറെയാണ്. നമ്മുടെ അന്തരീക്ഷ ശുദ്ധീകരണത്തിന് ഏറ്റവും പറ്റിയിട്ടുള്ളതാണ് ഈ കണ്ടൽ. കണ്ടൽ പോലെ അന്തരീക്ഷ ശുദ്ധീകരണം വരുത്തുന്ന മറ്റൊരു ചെടിയില്ല. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ചന്ദനം. ചന്ദനം പക്ഷെ നമ്മൾ എവിടെയൊന്നും വെച്ചുപിടിപ്പിക്കാൻ സാധിക്കില്ല, അത് മലയോരത്തേക്ക്. മറ്റൊരു വലിയ തന്ത്രമാണ് ഈ ചന്ദന മരത്തിന്റെ പ്രത്യേകതയും കണ്ടൽ മരത്തിന്റെ പ്രത്യേകതയൊക്കെ അതാണ്. കണ്ടൽ ചെടികളുടെയും ചന്ദനമരത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിയിട്ടായിരുന്നു അത്രേ CPM പണ്ട് വളപട്ടണത്ത് ഒരു കണ്ടൽ പാർക്ക് തുടങ്ങിയത്. കണ്ടൽ പാർക്ക് എന്നാൽ കണ്ടലിനുള്ളിലൂടെ ടൂറിസം സാധ്യമാക്കുന്ന പാർക്ക്. ഞങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനും മാർക്കും ഞങ്ങൾ 4 മക്കൾ ചേർന്നത് ഇവിടെ നല്ലൊരു കണ്ടൽ പാർക്ക് ഉണ്ടാക്കി. ഇന്ന് നിങ്ങളിവിടെ വന്നതിനെ ജീവജീവിക്കാനും ത്യാഗം സഹിച്ച് കൈവരിച്ച് തയ്യാറാക്കി. മനുഷ്യരെ കൂടെ കണ്ടെത്താൻ പറ്റില്ല. വന്നു പോകുമ്പോൾ പനിയും ജലദോഷവും ഛർദിയും അങ്ങനെയായിട്ട് തീർത്തിരിക്കുകയും ഇതിന്റെ മുകളിൽ മാലിന്യം കൂടെ തന്നു ഒന്നും കൂടി കിടക്കുകയും മുഴുവൻ നശിപ്പിച്ചതായി ഇത് ശുദ്ധീകരിച്ച് മനോഹാരിതയുള്ളതാക്കി മാറ്റി ഞങ്ങൾ കണ്ടൽ വന്ന് വെച്ചുപിടിപ്പിച്ചിട്ട് ഇവിടുത്തെ വലിയ കണ്ടൽ പാർക്കുണ്ടാക്കി. പറഞ്ഞിട്ടെന്താ, കണ്ണൂരിലെ കോൺഗ്രസുകാർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല. രാജ്യദ്രോഹികൾ, ദേശദ്രോഹികൾ, ഈ നാടിനോടൊരു പ്രതിബദ്ധതയില്ലാത്ത കുറെ കണ്ടാകുന്നതെന്ന് തന്നെ പറയാം. ആ കണ്ടൽ പാത്രം നശിപ്പിച്ചു. ഒരു സുധാകരനുണ്ടായിരുന്നു നശീകരണ വാസനയോടുകൂടി പ്രവർത്തിക്കുന്ന ജനങ്ങൾ അവനെ ഇപ്പോൾ ഇരുത്തിയത് ഇതിന്റെയൊക്കെ ഭാഗമായി. ആ കണ്ടൽ പാത്രം ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായി ലഭിക്കുമെന്ന്. ഇതാണ് ജയരാജൻ പറഞ്ഞ സുധാകരൻ, കെ സുധാകരൻ. എന്തായാലും കാക്ക കുളിച്ച കൊക്കാവൂലല്ലോ. ജയരാജനും പിണറായി മാത്രമേ ആവൂ.
ഒരിക്കലും മാറൂല. സംസ്കാരവും കൾച്ചറൊന്നും ഒരിക്കലും മാറൂല. അത് ജാത്യ സ്വഭാവമാണ്, അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഉപയോഗിച്ച വാക്കുകളാണ്. ഞാനല്ല കണ്ടാമൃഗം. കണ്ടാമൃഗം ആര് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാ കണ്ടാമൃഗം എന്ന്. അദ്ദേഹത്തിന് തൊലിക്കെട്ടി, കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ 2 ദിവസം മുമ്പ് നടത്തിയ ആ ഒരു പത്രസമ്മേളനം നിങ്ങളൊക്കെ എല്ലാവരും കേട്ടതല്ലേ. എന്താ കാഷ്യസ് ക്ലേ എന്ന ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രതിപാദനനായ ബോക്സിംഗ് രംഗത്തെ അധികായനായ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി, മുഹമ്മദ് മരിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിലെ അത്ലറ്റാണ് എന്ന മട്ടിൽ ഗോൾഡ് മെഡൽ നേടിയതിൻ്റെ പുരാണം പറഞ്ഞ നാണം കെട്ട ഒരു മന്ത്രി, അതും കായിക മന്ത്രി. അപമാനമല്ലേ? പിണറായി വിജയന് ഇത്തിരി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഒരു തിങ്കിങ്ങും ഒരു വിഷനും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിവരം കെട്ട ഒരാളെ ക്യാബിനറ്റിൽ രണ്ടാമനായും ഒരു കായിക മന്ത്രിയായും വെക്കുമോ? അറ്റ്ലീസ്റ്റ് അദ്ദേഹം കായിക മന്ത്രി പദമെങ്കിലും രാജിവെക്കണ്ടേ? അദ്ദേഹത്തെ മാറ്റണ്ടേ? അത്രയും വിവരക്കേട് വിളമ്പിയ തൊലിക്കെട്ടി അദ്ദേഹത്തിനായി. എനിക്ക് ആ തൊലിക്കെട്ടിയൊന്നുമില്ല. വിഷയം മാറ്റല്ല സുധാകരേട്ട, വിഷയം മാറ്റല്ലേ. ഒന്നാമത് മൂപ്പര് പത്രസമ്മേളനം നടത്തിയിട്ടൊന്നുമല്ല അങ്ങനെ പറഞ്ഞത്. അതൊരു തത്സമയ അബദ്ധമായിരുന്നു. അബദ്ധം എല്ലാവർക്കും പറ്റും. ലോക രാഷ്ട്രീയ നേതാക്കൾക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ തന്നെയുണ്ട്. അതൊക്കെ വിട്, വിഷയത്തിലേക്ക് വരൂ. വിഷയം ഇതാണ്, കണ്ടൽ പാർക്ക് ഇനിയും വരും, അവരത് കൊണ്ടുവരും. അതുകൊണ്ട് ഇന്ന് വീണ്ടും അതിന് പുറജന്മം കൊടുക്കണം. രാവിലെ സന്ദർശനമായിട്ട് വന്നത് നമുക്കത് വീണ്ടും ആരംഭിക്കണം. ഇവിടെ അതിൻ്റെയൊക്കെ നേതാക്കൾ കിട്ടിയിട്ടുണ്ട്. പ്രതികളൊക്കെയാണ് അതിന്റെ പ്രധാനികളായി പ്രവർത്തിച്ചത്. തീർച്ചയായും നമുക്കത് പുനർജീവനം കൊടുക്കണം. ആ പാർട്ടിയുടെ വന്നാൽ ഈ മാപ്പിരിശ്ശേരിയിലെ തീരപ്രദേശം മനോഹരമാകും. ഒരുപാട് വിവരക്കേട് പറയുന്ന ഒരു മന്ത്രിയാണ് ഇ പി ജയരാജൻ. എല്ലാവർക്കും അതറിയാം. ഇത് രണ്ടാമത്തെ വിവരക്കേടാണ്. അദ്ദേഹത്തിന്റെ ധാരണ ഇത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ പ്രകൃതിയും പ്രകൃതി സംരക്ഷണവും നിയമവും എല്ലാം വന്ന പുള്ളിയുടെ ധാരണ. അതുകൊണ്ട് ഗവൺമെന്റ് മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളങ്ങ് ചെയ്യും എന്ന മട്ടിലാണ് പുള്ളിയുടെ സംസാരം. ഇതിന് ഒരു നിയമമുണ്ട് രാജ്യത്ത്. ഞങ്ങൾ കണ്ടൽക്കാടിനൊന്നും എതിരല്ല, കണ്ടൽക്കാട് സംരക്ഷണത്തിനും എതിരല്ല. ഞങ്ങളന്ന് എന്തുകൊണ്ടാണ് വിഷയം ടേക്കപ്പ് ചെയ്തത്? സംരക്ഷണത്തിൻ്റെ പേരിൽ ഒരു വ്യവസായ ശൃംഖലയ്ക്ക് രൂപം കൊടുത്ത് കണ്ടൽക്കാട് നശിപ്പിക്കുകയാണ്. അന്ന് നിങ്ങൾ തന്നെ ചാനലുകൾ മാധ്യമങ്ങളൊക്കെ സ്ഥലത്ത് പോയി അവിടെ JCB വെച്ച് കംപ്ലീറ്റ് തകർത്ത മണ്ണിൻ്റെ അടിയിലേക്ക് മാറ്റിയിട്ട് കിളച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് ഇട്ട ഒരുപാട് കണ്ടൽക്കാടിൻ്റെ ചിത്രം നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൽക്കാട് സംരക്ഷണത്തിൻ്റെ പേരിൽ കണ്ടൽക്കാട് നശിപ്പിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ വാദം. ആ കണ്ടൽക്കാട് സംരക്ഷിക്കാനാണ് ഞങ്ങൾ. അതിനൊരു നിയമം ഇവിടെയുണ്ട്. ആ നിയമം ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ MP ജയരാജൻ വ്യവസായ മന്ത്രി ആയതുകൊണ്ടോ അത് മാറാനൊന്നും പോകുന്നില്ല. വളപട്ടണം പുഴയോരത്ത് കണ്ടൽ വളർത്തുകയാണ് വേണ്ടത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടൽ വളർത്താനും അതുപോലെയുള്ള പ്രോത്സാഹന പരിപാടികൾ നടത്താനും അവിടെ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും CPM പിന്തുണ നൽകും. നിയമമുണ്ടല്ലോ ഇവിടെ നിയമമുണ്ടല്ലോ. സുപ്രീം കോടതി വരെ പോയതല്ലേ അന്നും സുപ്രീം കോടതി പോയിട്ടില്ലേ? ഇനിയും കോടതികളുണ്ടല്ലോ. ആ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പുനഃസ്ഥാപിക്കാൻ എന്താ പ്രയാസം? ഏത് ഗ്രീൻ ട്രിബ്യൂണൽ ഇടപെടുമല്ലോ ഈ വിഷയത്തിനകത്ത്. അതുപോലെ തന്നെ സുപ്രീം കോടതി വരെ നമുക്ക് കേസ് കൊണ്ടുപോകാമല്ലോ. ഞങ്ങൾ നിയമപരമായി നോക്കും. അതിന് അധികാരമൊന്നും വേണ്ട. ഒരു പൗരന് പോകാം. സുധാകരനോ അല്ലെങ്കിൽ അതിന് മന്ത്രിയോ അല്ലെങ്കിൽ MP ഒന്നും വേണ്ട. അതിന് സാധാരണക്കാരനായ ഒരു പ്രകൃതി സ്നേഹിക്ക് കോടതി വരെ പോകാനുള്ള റൈറ്റ് ഇവിടെയുണ്ട്, നിയമം ഇവിടെയുണ്ട്. ആ നിയമമുണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിലൂടെ നമ്മൾ കണ്ടൽക്കാടിന് ഒരു പോറലേൽക്കാതെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ആണയിട്ട് പറയുന്നു, വളപട്ടണത്തെ കണ്ടൽക്കാടിന് ഒരു പോറലേൽക്കാതെ സംരക്ഷിക്കാനുള്ള നടപടി ഞങ്ങൾ കൈക്കൊള്ളും. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവിടെ ഒരിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. അതേസമയം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിക്ക് കണ്ടൽ ചെടികൾ നട്ടു വളർത്താനും അതിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംരക്ഷണ നടപടികൾ കൈക്കൊള്ളാനും അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ വിചാരിച്ചാലോ VP ജയരാജൻ വിചാരിച്ചാലോ അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല. K മുരളീധരനല്ല K സുധാകരൻ എന്ന് മനസ്സിലായല്ലോ. ഏതായാലും തിരുവനന്തപുരത്ത് കാണുന്ന ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കില്ല കണ്ണൂരിൽ കാണുന്ന ക്രിയാത്മക പ്രതിപക്ഷം എന്ന കടുത്ത സത്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും കാണ്ടാമൃഗങ്ങളുടെ രാഷ്ട്രീയം അവലോകനം ചെയ്യാനുള്ള കെൽപ്പില്ലാത്തതിനാൽ ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ തീരുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.